നമസ്തേ കൂട്ടുകാരെ. അപ്പം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഞാനിങ്ങനെ മരുന്നൊക്കെ കഴിച്ച് ഇങ്ങനെ കിടന്നപ്പോൾ വെറുതെ യൂട്യൂബ് ഇങ്ങനെ തോണ്ടി പോയപ്പോൾ നമ്മൾ ലൈവ് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസ് കണ്ടു. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഷെഫീന ബീവിയുടെ വീഡിയോ ലൈവ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഷെബീന ബീവി പറയുന്ന ഒരു വാക്ക്, ഷെബീന ബീവി പറയല്ല, ഷെഫീനയ്ക്ക് വന്ന ഒരു കമൻ്റ് ആണ്, ഇത്രയും നാളും രേണുവിനെ പറഞ്ഞു നടന്നവർ നമ്മുടെ മഞ്ജു പിള്ളയുടെ മകളുടെ കാര്യം വന്നപ്പോൾ നേരെ പ്ലേറ്റ് തിരിച്ചു. അവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഷെഫീന പറയുന്നൊരു മറുപടി ഉണ്ട്, മനസ്സിലാകേണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് മക്കളെ, വിവരമുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് പുള്ളിക്കാരി പറയുന്നു. അപ്പോൾ ഇത് കണ്ടപ്പം ഞാൻ ഉൾപ്പെടെ വീഡിയോ ചെയ്തതാണല്ലോ. അപ്പോൾ എനിക്ക് ഇതിനെ പറ്റിയിട്ട് എൻ്റെ അഭിപ്രായം പറയണം തോന്നി. കാരണം അതിൻ്റെ ആവശ്യകത എനിക്ക് അന്നേരം തോന്നിയത് കൊണ്ടാണ്. ഇപ്പോൾ പുള്ളിക്കാരി ലൈവ് നടന്നുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പോൾ ലൈവ് തീർന്ന ശേഷം നിങ്ങൾക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഏകദേശം കുറേ നേരമായി ലൈവ് ഉണ്ടായിരുന്നു. ഞാനപ്പം കുറച്ച് നേരം കണ്ടുള്ളൂ. അപ്പോൾ അതിനകത്തൊരു ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു ആളുടെ ഒരു ടോക്ക് എന്ന് പറയുന്നത് അത് വാലിഡ് ആണെന്ന് എനിക്ക് തോന്നി. അപ്പം നോക്കുമ്പോൾ ശരിയാണ്. കാരണം അത്രയും, അതായത് നമ്മുടെ മഞ്ജു പിള്ളയുടെ മകള് ഭയങ്കരമായിട്ട് ഫാഷനായിട്ട് ഡ്രസ്സൊക്കെ ധരിച്ച് വന്ന് ഭയങ്കര എക്സ്പോസ്ഡ് ആയിട്ട് വന്നുള്ള ഒരു വീഡിയോസൊക്കെ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അത്രയും എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമ്മുടെ രേണുസുധിയൊന്നും ഫോട്ടോഷൂട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് രേണുവിനെ ടാർഗറ്റ് ചെയ്തു ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു? അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം. ഞാൻ എന്തുകൊണ്ട് മഞ്ജു പിള്ളയുടെ മകളെ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ രേണുവിനെ എന്തുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്തില്ല എന്നതിന് എനിക്ക് വ്യക്തമായ ഉത്തരവുണ്ട്. രേണുവിനെ എന്തുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ. രേണു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിന്നവരെ ഉൾപ്പെടെ യൂസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമ്മളെ മലയാളികളെ യൂസ് ചെയ്തുകൊണ്ടാണ് പോയത്. മഞ്ജു പിള്ളയ്ക്കോ മകൾക്കോ അതിൻ്റെ ആവശ്യകത വന്നില്ല. അവർക്ക് നമ്മളെ യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യം. മഞ്ജു പിള്ള ഒരു ആക്ടറാണ്. അവരുടെ തൊഴിൽ ചെയ്യുന്നു, അവർ സമ്പാദിക്കുന്നു. പിന്നെ കോമഡി പോലുള്ള പ്ലാറ്റ്ഫോമിൽ വന്ന് അവർ ജഡ്ജസ് ആയിട്ടിരിക്കുന്നു, അവർ ഏൺ ചെയ്യുന്നു. ഒരിക്കൽ പോലും അയ്യോ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, ഞാൻ ചെറിയ സീരീസിലൊക്കെ അഭിനയിച്ചു വന്ന, അല്ലെങ്കിൽ അതായത് മിനി സ്ക്രീനിൽ അഭിനയിച്ചു വന്നൊരു വ്യക്തിയാണ്, എനിക്ക് അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മുടെ സിനിമാ മേഖലയിൽ, ഇപ്പോഴാണ് ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ എന്നൊന്നും പറഞ്ഞ് പുള്ളിക്കാരി വന്ന് നമ്മളുടെ ഈ നാട്ടിലെ മനുഷ്യർ, ഞാൻ ഉൾപ്പെടെ ജനങ്ങളെ കയ്യിലടിക്കുകയും പിന്നെ നമ്മളെ ആക്ഷേപിക്കും, ഈ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ ആക്ഷേപിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. പുള്ളിക്കാരിയുടെ മേഖലയിലേക്ക് വന്നും അവിടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കുമല്ലോ ഇപ്പോൾ നല്ലൊരു ഫെയിമിൽ നിൽക്കുന്നത്. ഈവൻ അവർ ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിലൂടെ പോകുന്നു. അവരാരെയും അത് പറയാനോ വിഷമിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവർ ഒന്നും ചെയ്തിട്ടില്ല. ഈവൻ ഇപ്പം മകളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മകള് പഠിച്ചു, അവളൊരു കരിയർ ചൂസ് ചെയ്തു, അവളങ്ങനെ പോകുന്നു. അല്ലാതെ അവൾ ഇങ്ങോട്ട് വന്ന് ഇപ്പം ഈവൻ ആ കൊച്ചിൻ്റെ ഓരോ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ആരെടുത്തും എന്താ ഉണ്ടാക്കൂടെ, ഞാൻ ഇനിയും ചെയ്യും, നീ ആരാ ചോദിക്കാൻ, ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ടോക്ക്. ഈവൻ ഷെഫീന ഇത്രയും പച്ചത്തെറി എന്നൊക്കെ പറഞ്ഞ ഷെഫീന പറഞ്ഞ വാക്കുകളൊന്നും നിങ്ങൾക്കറിയാലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു പറഞ്ഞ് ഈ കൊച്ചിനെ ഇത്രയും പറഞ്ഞിട്ട് ആരും, ആ കൊച്ചൊന്നും അത്ര തിരിച്ച് മോശമായ രീതി പോലും, ഈവൻ ഞാൻ എൻ്റെ വഴിയിൽ പോകും, അതിൻ്റെ വായിൽ കൂടെ ചെവി വെക്കണം, അതെന്താ പറയുന്നത് കേൾക്കണം, അത്രയ്ക്ക് കാമാൻ ക്വയറ്റായിട്ട് സംസാരിക്കുകയായിരുന്നു ചെയ്ത്. ഞാനെങ്ങാണമായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവിടെ കിടന്ന് താണ്ടവാടിയായിരുന്നു, അയ്യോ നീ ആരെ വേണ്ടുമ്പോൾ എന്നെ ഇത് പറയാം എന്നൊക്കെ ഞാൻ ചോദിച്ചു പോയിന്. പക്ഷേ കൊച്ചിങ്ങനെ കാമൻ ക്വയറ്റായിട്ട്, അത് ആ കൾച്ചർ എന്നൊക്കെ പറയുന്നത്. അതങ്ങനെ ചെയ്തു പോയി. അവളൊരു പ്രൊഫഷൻ ആണ് എടുത്തത്. അവൾ ആ പ്രൊഫഷൻ എടുത്ത് ഒരു അടഞ്ഞ മുറിക്കുള്ളിൽ, അല്ലെങ്കിൽ അവരൊരു സെറ്റ്, ആ സെറ്റിനുള്ളിൽ അവൾ എടുത്തൊരു ഫോട്ടോ, ആ സെറ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് അവൾ ആ ഡ്രസ്സ് ഇട്ടത്, അവൾ ആ ഫോട്ടോ എടുത്ത്. അതായത് ഒരു ഫാഷൻ വേണ്ടിയിട്ട്, അതായത് അവളുടെ ഒരു കരിയറാണത് അല്ലേ, അവളൊരു പ്രൊഫഷനാണത്, അത് ചൂസ് ചെയ്തു, അത് ചെയ്തു. ആ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആ കൊച്ചു ഡ്രസ്സ് ഊരി. അതായത് അവളുടെ ഈ ഡ്രസ്സ് നമ്മൾ നോക്കുമ്പോൾ കൊച്ചു ഒന്നിട്ടില്ലാന്ന് തോന്നുമെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഡിസൈനർ ഉണ്ടാവും, അവർ ആ രീതിയിലായിരിക്കും ആ കോസ്റ്റ്യൂം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി ആ കോസ്റ്റ്യൂമിൽ നിന്ന് പുറത്ത് വരികയാണ് ചെയ്യുന്നത്. നോർമൽ ആ കുട്ടി സ്വന്തം ഡ്രസ്സ് വിയർ ചെയ്തു പുറത്തു പോരുന്നു. ആ സ്ഥാനത്ത് രേണു എന്തായിരുന്നു? രേണുവിന്റെ കോസ്റ്റ്യൂം ആ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ലെവലായിരുന്നോ? അല്ല. രേണു ആ ഒരു കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് തന്നെ പുറം ലോകത്തേക്ക് വരിക തന്നെ ഉണ്ടായിട്ടുണ്ട്. പോട്ടെ, ഇനിയിപ്പോൾ അവൾ പറയാനായിട്ട് രേണുവിന്റെ നോക്കണേ വയറ് കാണിച്ചു എന്നൊക്കെ ഉള്ളൂ. വലിയ പ്രത്യേകിച്ച് അവൾ മോശമായ രീതിയിലൊന്നും അല്ല, വലിയ തോതിലൊന്നും ഡ്രസ്സൊന്നും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മുട്ടിന് ആ മുട്ടും അവിടം വരെയുള്ളൂ. കാരണം അവൾ ആകെപ്പാടെ മെലിഞ്ഞുണങ്ങിയിട്ടൊരു നരുന്ത് പോലിരിക്കുന്നു, വലിയ വെയിറ്റ് ഒന്നുമില്ല. അപ്പോൾ അവൾ ഏത് ഡ്രസ്സ് ഇട്ടാലും വലിയ വൃത്തികേടൊന്നുമില്ല, എല്ലാം വെച്ച് കെട്ടോടുകൂടി വേണം ഇടാനെന്നൊക്കെ ഞാൻ അങ്ങനെ വായിച്ചിരുന്നു. അപ്പം പ്രശ്നം അതല്ല, രേണു ഡ്രസ്സ് ഇട്ടതിനല്ലല്ലോ പ്രശ്നം. രേണുവിനെ വിമർശിച്ച രേണുവിന്റെ ബിഹേവിയറിനെയാണ്. രേണു ഡ്രസ്സ് ഇട്ടതിനെ പറ്റി ഞാൻ പിന്നെ പറഞ്ഞു, ചതുക്കുഴിയിലേക്കാണോ രേണു പോകുന്നത് ചോദിച്ചു. അതൊരിക്കലും രേണു ഡ്രസ്സ് ഇട്ടതിനെ കുറിച്ചിട്ടല്ല ഞാൻ അത് പറയുന്നത്.
അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. രേണു ചെയ്തത് എന്താണ്? ഞാൻ വിധവയാണ്, എനിക്ക് ജീവിക്കണം, എൻ്റെ 2 കുട്ടികളുണ്ട്, എനിക്ക് അവരെ പോറ്റണം, പഠിപ്പിക്കണം, എന്നെ ആരും സഹായിക്കാനില്ല. ആദ്യം വിധവാ വേഷം എടുത്ത് കെട്ടുന്നു, പിന്നെ സഹായങ്ങൾ ചോദിക്കുന്നു. ഉം, പുള്ളിക്കാരിക്ക് കിട്ടുന്ന ഓഫർ, ആദ്യം കിട്ടിയ ഓഫർ എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം. പകൽ പോലെ സത്യമാണ്. ഫ്ലവേഴ്സിന്ന് വന്ന ഓഫർ പുള്ളിക്കാരിക്ക് അത് പറ്റില്ല ജോലി. അത് പുള്ളിക്കാരി വേണ്ടാന്ന് വെക്കുന്നു. അതിനുശേഷമാണ് പുള്ളിക്കാരി ആൽബം പോലുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ഈ ആൽബം പോലെയുള്ള കാര്യങ്ങൾ ഇറങ്ങിയാല് ശരി, സമ്മതിച്ചു. പുള്ളിക്കാരി അങ്ങനെ അതിന്റേതായ ആൽബത്തിന് വേണ്ടിയ രീതിയിൽ അഭിനയിച്ചു. അതിന്റെ കോസ്റ്റ്യൂം ഇട്ടു. അതൊക്കെ അക്സെപ്റ്റഡ് ആണ്. എല്ലാം അക്സെപ്റ്റഡ് ആണ്. പക്ഷെ അത് കഴിഞ്ഞ ശേഷം താനൊന്ന് റീച്ച് ആയി എന്ന് കണ്ട ശേഷം പുള്ളിക്കാരി പിന്നെ തന്റെ ആ ഒരു ഇമേജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്? ഒരു വിധവ അല്ല. അല്ലെങ്കിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വുമൺ അല്ല. പുള്ളിക്കാരി അതിനെ പിന്നെ അങ്ങോട്ടേക്ക് തനിക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് പോലെ, അതായത് തനിക്ക് എന്തും പറയാം, എന്തും ചെയ്യാം എന്നുള്ള ലെവലിലാണ് പുള്ളിക്കാരി പിന്നെ അങ്ങോട്ട് വന്നത്. ഓരോ ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിനകത്ത് സ്വന്തം ഭർത്താവ് മരിച്ച വർഷം, ഡേറ്റ് അറിയില്ല പുള്ളിക്കാരിക്ക്. കാരണം അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്ന ഒരു സ്ത്രീയെ പിന്നെ ആൾക്കാർ ഏത് കണ്ണോടുകൂടി കാണും? രേണുവിന്റെ ബിഹേവിങ്ങും മഞ്ജുപിള്ളയുടെ ബിഹേവിങ്ങും, അല്ല മഞ്ജുപിള്ളയുടെ മകളുടെ ബിഹേവിയും നല്ല രാവും പകലും വ്യത്യാസമുണ്ട്. മഞ്ജുപിള്ളയുടെ മകള് കറുത്താന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടിയിട്ട് അതിനെ ശരിക്കും എന്താ പറയാ, ബോഡി ഷെയിം ചെയ്യുന്നതായിട്ട് ആ കുട്ടി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. നീ കറുത്തതല്ലേ? കറുത്തായിട്ട് എന്താ കുഴപ്പം? കറുത്തവർക്ക് എന്താ കുഴപ്പം? കറുത്തവർക്ക് ഉണ്ടാവുന്ന അത്രയും ടാലന്റ് വെളുത്തവർക്കുണ്ടോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത്ര ഒരു കോൺഫിഡൻസ് മറ്റുള്ളവർക്കുണ്ടോ? ഉണ്ടാവുകയില്ല. ഈ തുടുത്തിരിക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അറിയാമോ? ഈ പറഞ്ഞ ഞാൻ പോലും വെളുത്ത് തുടുത്തിരിക്കുന്ന വ്യക്തിയല്ല. ഇരുനിറവും അതിന് താഴെ നിറത്ത് നിൽക്കുന്നവളാ ഞാനും എൻ്റെ മക്കളൊക്കെ. അതിൽ എൻ്റെ ഇളയ മോളും മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ഒരു വൈറ്റ് കാറ്റഗറി വരുന്നത്. അപ്പോ ഈ ബോഡി ഷെയിം ചെയ്യുന്നതൊക്കെ അത്ര നല്ല കാര്യമൊന്നുമല്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആരെയും പഠിപ്പിച്ച് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പൊ നിങ്ങൾ തന്നെ പറ, എന്തുകൊണ്ട് മഞ്ജു പിള്ളയുടെ മകളെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ രേണുസുധീനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്? എന്നെങ്കിലും ഒരിക്കൽ മഞ്ജു പിള്ളയുടെ മകള് അല്ലെങ്കിൽ മഞ്ജു പിള്ള നമ്മൾ ഒരിക്കൽ പോലും രേണുസുധി ബിഹേവ് ചെയ്യുന്നത് പോലെ ചെയ്യുന്നു ഒരിക്കലും അല്ല. കാരണം അവരൊക്കെ എന്ന് പറയുമ്പോൾ സമൂഹത്തെ എങ്ങനെ സംസാരിക്കണം? അവര് അവരുടെ സ്വന്തം വീട്. അതിനകത്ത് അവരെങ്ങനെ സംസാരിക്കുന്നത് അവരുടെ ഇഷ്ടം. ആ കെട്ടിടത്തിന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മനുഷ്യരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് സംസ്കാരമാണ്. അത് പഠിക്കുന്ന അവനവന്റെ വീട്ടിൽ നിന്ന്. ഉം. അത് എന്താ പറയാ, അവനവന്റെ വീട്ടിൽ നിന്ന് മാത്രമല്ല, അത് അവനവന്റെ രക്തത്തിലൂടെ അലിഞ്ഞു ചേരുന്ന സാധനാന്നേ. എത്ര പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മളിവിടെ ചിരിച്ചിരിക്കണം. നമ്മളുടെ വിഷമങ്ങള് മറ്റൊരു വ്യക്തിയോട് പറഞ്ഞതുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് മറ്റൊരു വ്യക്തിയോട് പറഞ്ഞതുകൊണ്ടോ അതിന് യാതൊരുവിധ സൊല്യൂഷനും ഇല്ല. അത് നമ്മൾ തന്നെ പ്രയത്നിച്ച് ചെയ്യണം. പക്ഷെ നമ്മൾ പ്രയത്നിച്ച് നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് അത് നിലനിന്ന് പോണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബിഹേവിയറും കൂടി ബെറ്റർ ആയിരിക്കണം. അത് നിങ്ങൾ സത്യമാണോ അല്ലയോ? 100% നമ്മുടെ ബിഹേവിയർ. ഇപ്പൊ തന്നെ രേണുസുധീന് നിലനിന്ന് പോകേണ്ട വ്യക്തി, പക്ഷെ എവിടെയോ അടി പതറി. ആ അടി പതറിയ ആൾക്ക് ദൈവം വീണ്ടും ഒരു അടി കൊടുത്തതുപോലെ ആയിപ്പോയി ആ അസുഖം കൂടി, അല്ലേ? എന്നിട്ടും പുള്ളിക്കാരി നെഗറ്റീവ് കോൺട്രവേഴ്സിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അലമുറ ഇടുന്നുണ്ടായിരുന്നു. ഞാനും ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി നോക്കാൻ പറ്റും. അപ്പൊ ആ ഒരു ചോദ്യം അത് റെലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ആണെങ്കിലും, പക്ഷെ ചോദിക്കുന്ന ആൾ ഒന്നുകൂടെ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ അത് കേട്ടിട്ട് മറുപടി പറയില്ല, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ള ആൾക്കാരും കൂടി ഒന്ന് ചിന്തിക്കണം. എന്തുകൊണ്ട് ആൾക്കാര് ഭൂരിപക്ഷം നോക്കുമ്പോൾ മഞ്ജുപിള്ളയുടെ കൂടെയാണ്? അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാം, അല്ലേ? അയ്യോ, അത്രയും വൾഗാരിറ്റി തോന്നുന്ന ഡ്രസ്സുകളൊന്നും രേണു ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന്. എന്നിട്ടും സപ്പോർട്ട് മഞ്ജുപിള്ളയുടെ മകൾക്ക് പോകുന്നു. അത് പ്രൊഫഷൻസ് തമ്മിലുള്ള വ്യത്യാസമാണ്. അതുപോലെ തന്നെ ബിഹേവിയർ തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ എനിക്ക് ഇന്ന് എന്താ പറയാ, ആ ഒരു ലൈവ് കണ്ടപ്പോ എനിക്കിത് സ്ട്രൈക്കായി ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ എനിക്ക് നിങ്ങളോടത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതാണ് ഞാൻ ഇന്ന് ഇവിടെ വന്ന് നിങ്ങളോടത് ഷെയർ ചെയ്തത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇന്ന് ഞാനെടുത്ത ടോപ്പിക്ക് നിങ്ങൾക്കൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് പറയുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം. അപ്പൊ എൻ്റെ ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്തൊരു റെലവൻറ്റ് സബ്ജക്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ഗുഡ് നൈറ്റ്.